നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത അധിക്ഷേപവും വിവേചനവും ഒക്കെ അപമാനവും ഒക്കെയാണ് നിതിൻ രാജ് എന്ന 22-കാരൻ ആ ക്ലാസ് റൂമിൽ നേരിട്ടതെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. തിരുവനന്തപുരം ചാലക്കാട് പുതുക്കുളങ്ങര പെയിന്റിംഗ് തൊഴിലാളിയായ വയൽ രാജന്റെയും CR ലതയുടെയും മകൻ നിതിൻ രാജ് മറ്റൊരു ജില്ലയിലേക്ക് പഠനവുമായി പോയപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടെ പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന ലക്ഷ്യത്തോടെ വണ്ടി കയറി മറ്റൊരു ജില്ലയിലെത്തി. അവിടെ പഠിക്കുന്നു, അവിടെ തൻ്റെ വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നിതിൻ രാജിനെ കാത്തിരുന്നത് ഇത്തരത്തിൽ ക്രൂരരായ എല്ലാവരെയുമല്ല, പക്ഷെ ചിലരെങ്കിലും നിതിൻ രാജിനെ വളരെ മോശമായി ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങളാണ് നിതിൻ രാജിനെ എതിരേറ്റത്. ഒടുവിൽ മരണവും കൂടി നിതിൻ രാജിനെ തേടിയെത്തിയിരിക്കുകയാണ്. അത് ആത്മഹത്യ തന്നെയാണോ അതോ ആരെങ്കിലും കൊന്നതാണോ? അങ്ങനെ 2 ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. ക്യാമ്പസിനുള്ളിലും പുറത്തും മകൻ ജാതി വിവേചനം നേരിട്ടിരുന്നു എന്നാണ് നിതിൻ രാജിന്റെ അച്ഛൻ രാജനും അമ്മ ലതയും ആരോപിക്കുന്നത്. നിറം പരാമർശിച്ചും അധിക്ഷേപിച്ചു. സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ക്രൂരമായ റാഗിങ്ങിനിരയായി. ഇതെല്ലാം മകൻ അധ്യാപകരോടും വകുപ്പ് മേധാവികളോടും പരാതിപ്പെട്ടു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ല. മാത്രമല്ല കടുത്ത അവഗണനയും അധിക്ഷേപവും നേരിടേണ്ടി വന്നു. ഇതിൽ മനംനൊന്താണ് മകൻ ജീവനൊടുക്കിയത്. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കണമെന്നും ഉന്നതതല ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ റിസപ്ഷൻ വിഭാഗത്തിന്റെയും കോളേജ് ലൈബ്രറി കെട്ടിടത്തിന്റെയും മധ്യഭാഗത്തായി ചെങ്കൽപാകിയ നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു നിതിൻ രാജിനെ കണ്ടെത്തിയത്. കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു. വ്യാഴാഴ്ചയാണ് നിതിൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. അന്ന് പ്രയാസങ്ങളൊന്നും നിതിൻ പറഞ്ഞില്ല. മുൻപ് പനി വന്നപ്പോൾ ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് നിതിനെ കിടത്തിയിരുന്നു. ദന്തൽ കോളേജിന് മുകളിൽ നിന്നല്ല, മെഡിക്കൽ കോളേജിന്റെ മുകളിൽ നിന്നാണ് നിതിൻ വീണത്. അവിടേക്ക് പോകേണ്ട സാഹചര്യം എന്താണ്? അത് അറിയേണ്ടതായിട്ടുണ്ട്. ന്യായമായ ചോദ്യം സഹോദരി ചോദിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം ഭയാനകമായ അല്ലെങ്കിൽ വളരെ വിഷമകരമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. നിതിൻ രാജിന് എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇത്തരത്തിൽ വളരെ മോശമായി ആ കുട്ടിയെ ചുറ്റുമുള്ളവർ ട്രീറ്റ് ചെയ്തു എന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ കുറച്ച് നേരത്തെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ നിതിൻ രാജ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ അഭിപ്രായപ്പെടുന്നത്. നിതിൻ രാജിന് നേരെ മറ്റു വിദ്യാർത്ഥികൾ മുന്നിൽ വെച്ച് പരസ്യമായി ജാതീയ അധിക്ഷേപം, നിറത്തിന്റെ പേരിൽ കളിയാക്കൽ, പിതാവിന്റെ തൊഴിലിന്റെ പേരിൽ സ്ഥിരമായ അധിക്ഷേപം, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നില്ല? അന്ന് തന്നെ നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല? വേണ്ട രീതിയിലൊരു തീരുമാനത്തിലേക്കോ നീക്കങ്ങൾ നടത്തിയിരുന്നില്ല എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. കുട്ടി പോയതിനു ശേഷം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്നും പരാതിപ്പെട്ടാൽ നിന്റെ ബോഡിയാകും ഇവിടെ കൊണ്ടുപോകേണ്ടി വരികയെന്നും ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി നിതിന്റെ സഹോദരി ഭർത്താവ് അശോകനും അടുത്ത ബന്ധു വിശ്വംഭരൻ അടക്കമുള്ളവർ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ മരിക്കുന്നതിന് അല്ലെങ്കിൽ മരിച്ചു എന്നറിയുന്നതിന്റെ അന്ന് ദിവസം രാവിലെ നിതിൻ രാജ് വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും സഹോദരിമാരോടും സംസാരിച്ചു. വൈകിട്ടുള്ള ട്രെയിനിൽ വീട്ടിലേക്ക് തിരിക്കാൻ ടിക്കറ്റ് എടുത്തു. ഇതിനുശേഷം എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ ഇടനാഴിയിലൂടെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളുണ്ട്. ആന്തരിക രക്തസ്രാവമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിതിൻ രാജ് വെള്ളിയാഴ്ച 12:30 ക്ലാസ്സിൽ കയറാതെ പുറത്ത് നിൽക്കുന്നത് കണ്ടതായി കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജിന് പുറത്ത് ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പ്രശ്നങ്ങളും കേസുമുള്ളതായും കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ വിനോദ് പറഞ്ഞു. എന്തായാലും മറ്റു കൂടുതൽ വിവരങ്ങൾ കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ മുതൽ അറിഞ്ഞതുപോലെ നിതിൻ രാജിൻ്റെ മരണം അത് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ പോലും അതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കവെയാണ് ആ മൃതശരീരം ഇന്ന് ആ വീട്ടിലേക്ക് എത്തിയത്. ഉറ്റവരുടെയും അതുപോലെ തന്നെ ഉടയവരുടെയും ഒക്കെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ. വെറും 22 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് പോലും അറിയില്ല. എന്തായാലും വളരെയധികം വേദന ഉളവാക്കുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ സന്തോഷത്തോടെയാണ് നിതിൻ രാജ് കുടുംബത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ, അതായത് ഇപ്പോൾ കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് വീണു എന്ന് പറയുന്നു, അത് വീണതാണോ തള്ളിയിട്ടതാണോ എന്ന ഒരു സംശയമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിനു പിന്നിൽ അധ്യാപകനായ ഡോക്ടർ MK റാമാണെന്നും മറ്റാരെങ്കിലും കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടതാകാൻ സാധ്യതയുണ്ടെന്നും കുടുംബം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ആശുപത്രി കെട്ടിടത്തിൽ
കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചെന്നാണ് കോളേജ് അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു നിതിൻ. അപ്പോൾ അങ്ങനെ ചാടാനുള്ള ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഉറ്റവരോട് സംസാരിക്കുന്നു, കൂട്ടുകാരോട് സംസാരിക്കുന്നു, ബന്ധുക്കളോടൊക്കെ സംസാരിക്കുന്നു. അത്തരത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള അത്രയും മനോധൈര്യമില്ലാത്തൊരു വ്യക്തിയല്ല നിതിൻ എന്നാണ് ഉറ്റവരൊക്കെ പ്രതികരിക്കുന്നത്. മാത്രമല്ല വളരെ ബോൾഡായിട്ട് നിന്ന എന്ത് പ്രശ്നം വന്നാലും അതിന് മറുപടി നൽകുന്ന ഒരു കുട്ടിയാണ് നിതിൻ രാജ്. അത്തരത്തിലുള്ളൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമെന്ന്, അവനാണ് കുടുംബത്തിൻ്റെ ഏക ആശ്രയം. മാതാപിതാക്കളുടെ ഒരുപാട് സ്വപ്നങ്ങളും പേറിയാണ് അവിടേക്ക് അവൻ പഠിക്കാൻ പോയത്. അല്ലെങ്കിൽ ഒരു നിലയിലെത്തി നല്ല രീതിയിൽ ജോലി കിട്ടി മാതാപിതാക്കൾക്ക് ഒരു തുണയാവുക എന്ന ലക്ഷ്യത്തോടെ വണ്ടി കയറിയ നിതിൻ രാജിൻ്റെ മൃതദേഹമാണ് ഇന്ന് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആത്മഹത്യയ്ക്കുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് കുടുംബം ഒന്നടങ്കം പറയുന്നത്. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന സംശയമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ക്ലാസ്സിൽ വെച്ചാണ് ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ നിതിനെ അധിക്ഷേപിച്ചതെന്ന് സഹോദരിയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഡോക്ടർ റാം എന്ന അധ്യാപകൻ നിതിൻ രാജിനെ അധിക്ഷേപിച്ചത്. ഈ അധ്യാപകനെതിരെ മുൻപും പരാതിയുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മുൻപ് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. മരിക്കുന്നതിന് തൊട്ട് മുൻപും നിതിൻ സന്തോഷത്തോടെയാണ് സംസാരിച്ചത്. ചാടി മരിക്കുമെന്ന് കരുതുന്നില്ല. ചാടിയെങ്കിൽ കുടുംബവുമായി ഫോണിൽ സന്തോഷത്തോടെ സംസാരിച്ചതിന് ശേഷമുള്ള ആ 2 മണിക്കൂർ അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് 2 മണിക്കൂർ മുന്നേ ഫോൺ സംസാരിക്കുന്നു, വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു, അത്തരത്തിൽ യാതൊരു സൂചനയുമില്ല, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു, അത്തരത്തിൽ യാതൊരു സൂചനയും വർത്തമാനത്തിലുമില്ല. അങ്ങനെ ഇരിക്കവേ എങ്ങനെയാണ് ഈ 2 മണിക്കൂറിനുള്ളിൽ ചാടി മരിക്കുന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നിതിൻ രാജിനെ നയിപ്പിച്ച സംഭവം എന്താണ്, പിന്നിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ അറിയണം. കുടുംബങ്ങളുടെ ചോദ്യങ്ങൾ ന്യായമാണ്. ആ കുടുംബം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ശക്തമാക്കേണ്ടതായിട്ടുണ്ട്, ഊർജിതമാകേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ റാമിനെയാണ് കുടുംബത്തിന് സംശയം. പിടിച്ചു തള്ളിയിട്ടില്ലെന്നത് പിടിച്ചു തള്ളിയിട്ടതല്ല എന്ന് ആർക്കറിയാമെന്ന നിർണായകമായ ഗൗരവകരമായ ചോദ്യവും കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പുഴുത്ത പട്ടി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കുട്ടിയെ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അധ്യാപകരാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. ക്ലാസ്സിലെ എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നിതിൻ വീട്ടുകാരോട് പറഞ്ഞത്. അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിൽ കളിയാക്കി, അമ്മയെ കളിയാക്കി. അപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥി വന്ന് നിൽക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ വരെ കളിയാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയിട്ട് കാര്യമില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഈ സംഭവത്തിലൂടെ. അതായത് ഒരു വിദ്യാഭ്യാസം ഇപ്പോൾ ഉയർന്ന ഒരു അധ്യാപകനാണ് ഇത്തരത്തിൽ ക്ലാസ്സിൽ വെച്ച് വിദ്യാർത്ഥി അധിക്ഷേപിച്ചിരിക്കുന്നത്, വീട്ടിലുള്ളവരെ വരെ വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ തീർത്തും എത്രയും തരംതാണ വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ലോ ലെവലിൽ നിൽക്കുന്ന ആ വ്യക്തി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെടുത്തി മരണത്തിലേക്ക് വിട്ടതാണ് എന്നാണ് സഹോദരിയുടെ ഭർത്താവ് പറയുന്നത്. മാത്രമല്ല സഹോദരിയും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു. ക്ലാസ്സിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഈ അധ്യാപകൻ. മാത്രമല്ല ഈ അധ്യാപകൻ തമാശ പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം ചിരിക്കണം, കുട്ടികൾ ചിരിക്കണം, ചിരിച്ചില്ലെങ്കിൽ അടിച്ച് ചിരിപ്പിക്കും എന്ന ഗുരുതര ആരോപണം ഈ അധ്യാപകനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളാണ് ഈ അധ്യാപകനെതിരെ ഉയരുന്നത്. കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച കണ്ണൂർ ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി RL നിതിൻ രാജിൻ്റെ നിന്ന് സംശയിക്കുന്ന തരത്തിലൊരു ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നു. ഇതും കേസിലേറെ നിർണായകമായി മാറുകയാണ്. നിതിൻ്റെ മരണത്തിന് പിന്നിൽ അധ്യാപകരുടെ അധിക്ഷേപമാണെന്ന് ബന്ധുക്കൾ ആരോപണം ഉയർത്തിയതിന് പിന്നാലെയാണ് നിതിൻ അധ്യാപകൻ തന്നെ അപമാനിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശവും കൂടി പുറത്തു വരുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ നേരത്തെ അധ്യാപകരായ ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ റാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. തൻ്റെ അമ്മയെ കളിയാക്കിയെന്നും കയ്യും കാലും വെട്ടുമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ നിതിൻ ഓഡിയോയിൽ പറയുന്നുണ്ട്. നിതിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയിൽ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് "യു ആർ ഇഡിയറ്റ്" എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ "സെയിം ടു യു" എന്ന് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. എന്തെല്ലാമാണ് അവിടെ നിന്ന് എന്നോട് പറഞ്ഞതെന്നറിയാമോ? നീ ഗേറ്റിന് പുറത്തിറങ്ങിയ കയ്യും കാലും വെട്ടും, കൈയില്ലാതെ ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ സാറേ അതൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സംഗീത മാം അടക്കമുള്ളവർ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന്. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേർ വിളിച്ച് അഭിനന്ദിച്ചു, കുറേ പേരെ പച്ചയ്ക്ക് അപമാനിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ പേരെടുക്കാൻ പോയതല്ല. ശരിക്കും നിങ്ങൾ എന്നെ കണ്ടില്ലേ? ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മയും കളിയാക്കി, അമ്മയുടെ സർജറിയും കളിയാക്കി. അതിനുശേഷം പറയുകയാണ് എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന്. പാരൻസ്
പേരൻസിന് പോയി സർപ്രൈസ് കൊടുക്കാനും പറഞ്ഞു. അതുപോലെ ഇൻസൾട്ട് ഒരു പരിധി വരെ ഞാൻ ക്ഷമിച്ചു, അങ്ങേയറ്റം ക്ഷമിച്ചു. ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് പേപ്പർ കൊടുത്ത് ചിരിക്കുന്നു. ഒടുവിൽ ഞാൻ പൊട്ടിത്തെറിച്ചു. ക്ലാസ്സിലെ 100-ൽ 99 പേര് തൻ്റെ അടിമയായിരിക്കുമെന്ന് പറഞ്ഞു. നിതിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ സന്ദേശത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിതിൻ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ക്ലാസ് റൂമിൽ നടന്ന സംഭവമാണ്. ഒരു അധ്യാപകൻ ഈ ഒരു പേപ്പർ ക്യാൻസർ ഷീറ്റൊക്കെ എടുത്തിട്ട് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നു, പേപ്പർ കൊടുത്ത് ചിരിക്കുന്നു, തൻ്റെ അമ്മയൊക്കെ കഴിഞ്ഞ സർജറിയും ഒക്കെ അപമാനിക്കുന്നു. ഇത്തരത്തിൽ ഒരു ക്ലാസ്സിൽ വലിയ രീതിയിലുള്ള ഇൻസൾട്ട് ആ കുട്ടി നേരിട്ടു എന്നാണ് ഈ ഓഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അപമാനിതനായി, അത്രയും മറ്റുള്ളവരെ നമുക്കറിയാം. നമ്മളെല്ലാവരും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വന്നവരാണ്. ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് നമ്മൾ വഴക്ക് പറയുമ്പോൾ, നമ്മൾ എഴുന്നേറ്റ് നിർത്തി വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അപമാനം അല്ലെങ്കിൽ ഒരു വിഷമം അത് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും നമ്മളെല്ലാവരും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞവരെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് നിതിനും ആ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നിതിൻ്റെ തെറ്റുകളെ എടുത്തു കാണിച്ച അധ്യാപകൻ മറ്റു കുട്ടികൾക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭവം കൂടി ക്ലാസ്സിൽ അരങ്ങേറി എന്നാണ്. അത്തരത്തിലാണ് നിതിൻ്റേതായി പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിയിരിക്കുന്നു.